Press the bell icon on the YouTube app and never miss another update. Thank you, Anjana. നമസ്കാരം. ഇന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഒരാൾക്ക് വേണ്ടി, ഒരേ ഒരാൾക്ക് വേണ്ടി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടൻ. പോരല്ലോ, മോഹൻലാൽ ഫാൻസിന്റെ ഒരു ആവേശം പോരല്ലോ. മോഹൻലാൽ എന്ന് പറയുമ്പോ ആ നെഞ്ചിനകത്തുള്ള മുഴുവൻ സ്നേഹവും ചേർത്തൊരു നിലവിളി കേൾക്കണം, മോഹൻലാൽ. സിനിമ ഏതാണെന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ഒടിയന്റെ ഒരു ഗ്ലോബൽ. പക്ഷെ ഓരോരുത്തരും വരുമ്പോ ദുബായ്, we should show love. Ladies and gentlemen, put your hands together and welcome സിദ്ദിഖിക്ക. മാണിക്കന്റെ മുഖമുണ്ടാകും ആ വേൾഡ്. നിങ്ങളെല്ലാരും കാത്തിരിക്കുന്നത് പോലെ ദുബായിയുടെ ഫെസ്റ്റിവൽ സിറ്റിയിൽ മലയാളി നെഞ്ചിലേറ്റിയ ലാലേട്ടന്റെ മുഖമുണ്ടാവും ആ വേൾഡ്. അത് വരുന്ന സമയത്ത് നമ്മളെല്ലാരും ആർത്ത് ഒരുമിച്ച് ലാലേട്ടന് വേണ്ടി ജയ് വിളിക്കുന്നുണ്ടാവും. അതൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. തീർച്ചയായും ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാനുള്ള സമയമുണ്ട്. അവർ ഓരോരുത്തർക്കായിട്ട് നമുക്ക് ഇനി നമ്മുടെ ജീവിതത്തിലെ one round of applause for your people, right? എല്ലാവരും പ്ലീസ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് എന്നോടൊപ്പം 84 മണിക്കൂറും 15 മിനിറ്റും കഷ്ടപ്പെട്ട് സഹിച്ചിരുന്ന് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ലെറ്റ്സ് വെൽക്കം സിന്ധു. And of course ഇന്നിപ്പോ ലാലേട്ടനാണ് ഇവിടെ വരുന്നതെങ്കിലും മമ്മൂക്കയെ രാത്രി പാട്ട് കേൾപ്പിച്ച് ഉറക്കുന്ന ഒരാളുണ്ട്. മമ്മൂക്ക ഒരിക്കൽ ഓൺ എയർ വന്നത് പറഞ്ഞിട്ടുമുണ്ട്, മറ്റാരുമല്ല ഡോണ വിത്ത് ഹിറ്റ് ഓൺ റിക്വസ്റ്റ്. ഉറപ്പായി നമ്മുടെ സപ്പോർട്ടിലുള്ള സുഭാഷ് ഈ വേദിയിലേക്ക് വരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. അവർ ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്യാം. സ്റ്റേജിലേക്ക് വരുന്നുണ്ട് അങ്കിത. അങ്കിത നമ്മുടെ ഇടയിലുള്ള ആളാണ്, പ്രവാസിയാണ്, ദുബായിൽ നിന്നുള്ള ആളാണ്. അപ്പൊ ഒരു നല്ല കൈയടി കൊടുത്ത് സ്വാഗതം ചെയ്യാം. അങ്കിത, നിങ്ങൾ എന്ത് ക്യാരക്ടർ മോൾ ഇതിനകത്ത് ചെയ്തേ? വാട്ട് ക്യാരക്ടർ ഡിഡ് യു ഡു ഇൻ ദിസ് മൂവി? പറയാൻ പറ്റുമെന്നാ? ഡയറക്ടറിന്റെ ഗോഹെഡ് കിട്ടി, പറഞ്ഞോളാൻ. അമ്പ്രാട്ടിയുടെ കുട്ടിക്കാലാണോ? അത് ശരി. അമ്പ്രാട്ടിയുടെ ആ ഫ്രണ്ട് ഇരിപ്പുണ്ട്. വളരെ ഗ്രേറ്റ് ജോബ്. വി ആർ ഓൾ വെയിറ്റിംഗ് ടു വാച്ച് ദ മൂവി. വാട്ട് യു ഡു ഹിയർ? ഇവിടെ എന്താ ചെയ്യണേ? ഞാൻ 7th പഠിക്കുന്നു. സ്കൂൾ? ഹൈസ്കൂൾ, ദുബായ്. Any Indian high school people here? Ankita, everybody. Thank you, Ankita. Thank you. ഹരികൃഷ്ണൻ. അതെ, ഹരികൃഷ്ണൻ. അദ്ദേഹത്തിന് എത്തിയിട്ടില്ല അല്ലേ? ഒരുപാട് സ്നേഹത്തോടു കൂടിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ സ്വന്തം സിദ്ദിഖ, പ്ലീസ്. എത്രയോ കാലങ്ങളായി ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്തെങ്കിലും ഫംഗ്ഷനായിട്ടും എന്തെങ്കിലും സ്റ്റേഷനായിട്ടൊക്കെ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ സിനിമയായ ഒടിയൻ എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ്. ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലിനെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ചിരി കാണാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒന്ന് സംസാരിക്കാനൊക്കെ നിങ്ങൾ എത്രയധികം മോഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം എൻ്റെ കാര്യം ആലോചിച്ച് നോക്കും. ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. എത്രയോ സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം എത്രയോ കഥാപാത്രങ്ങളായി അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായും ശത്രുവായും വില്ലനായും സ്നേഹിതനായും ഒക്കെ വരാൻ കഴിയുമെന്ന് പറയുന്നത് മലയാള സിനിമയിൽ മറ്റ് ഒരു നടന്മാർക്കും കിട്ടാത്ത അത്ര ഭാഗ്യമാണ്. അത്രയും സിനിമയിൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഈ ചിത്രത്തിന്റെ ട്രെയിലറിലൂടെ എന്നോട് ചോദിച്ചത്, എന്റെ എത്ര കളി കണ്ടവനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഭാഗ്യം കിട്ടിയ മലയാളത്തിലെ ഒരേ ഒരു നടൻ ഞാനാണെന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സ്നേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അദ്ദേഹം വന്നു എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇന്ന് ആദ്യ സിനിമ കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീകുമാർ മേനൻ. ശ്രീകുമാർ മേനൻ ഇദ്ദേഹത്തിന്റെ കേൾക്കുണ്ടായി. He was telling Malayalis is no more inferior cousins to another Hindi or Telugu or another language. ഇനി നമ്മൾ this
ഇൻഡിപെൻഡന്റ് എന്ന് അദ്ദേഹം ഇന്ന് ഹിറ്റ് 96.7 FM-ലൂടെ നമ്മളോട് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു മഹത്തായ സിനിമ ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഉദാത്തമായ സിനിമ ഉണ്ടാക്കിയെന്നോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഹൻലാൽ എന്നുള്ള താരത്തിനെ നിങ്ങൾ എങ്ങനെയൊക്കെ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ മോഹൻലാലിനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ള ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ആ ഭാഗ്യമാണ് ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. അതേപോലെ ശ്രീ ഹരികൃഷ്ണൻ ഇത് പറഞ്ഞ പോലെ ഞാൻ എന്ന് വിശ്വസിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വി ആർ നോട്ട് ഇൻഫീരിയർ എന്ന് ഇപ്പൊ സിനിമാ രംഗത്ത് നമുക്ക് ചെറിയൊരു ഇൻഫീരിയോറിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ വാട്ട് വി സേ ഈസ് അവർ ഫിലിം ഈസ് നോട്ട് ദാറ്റ് സ്കെയിലബിൾ അല്ല നമ്മുടെ സിനിമ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് മലയാളത്തിന്റെ അപ്പുറം മാർക്കറ്റ് ഇല്ല, മലയാളത്തിന്റെ അപ്പുറം നമ്മുടെ സിനിമയ്ക്ക് കാണും. നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം, നമ്മൾ മറ്റു ഭാഷകളുടെ സിനിമകൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം മലയാള സിനിമയ്ക്ക് മറ്റുള്ള സ്ഥലത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു മലയാളിയുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു സങ്കടത്തിനെ ആദ്യമായിട്ട് തുറന്നു വിടുകയാണ് നമ്മൾ ഒടിയനിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ നടക്കുന്നത് വെച്ചാൽ ഇന്ന് ഒടിയന് തെലുങ്കിൽ 278 സെന്ററുകളിൽ ഒടിയൻ റിലീസ് ചെയ്യുന്നു, തമിഴ്നാട്ടിൽ 200-ൽ പരം സെന്ററുകളിൽ റിലീസ് ചെയ്യുന്നു. ഒരു തെലുങ്ക് സിനിമ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ തെലുങ്ക് സിനിമ എങ്ങനെ തെലുങ്ക് അല്ലെങ്കിൽ തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും റിലീസ് ചെയ്യുന്നു അതേ വൈബ്രൻസിയോട് കൂടിയിട്ടാണ് നമ്മുടെ ലാലേട്ട സിനിമ അവിടെ റിലീസ് ചെയ്യാൻ പോകുന്നത് തമിഴിലും തെലുങ്കിലും. അതേപോലെ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഒടിയൻ റിലീസ് ചെയ്യുന്നു. അതേപോലെ 35 രാജ്യങ്ങളിൽ ഒടിയൻ ഒരേ ദിവസം റിലീസ് ചെയ്യുന്നു. ജപ്പാനിലൊക്കെ രജനീകാന്തിന്റെ സിനിമ റിലീസ് ചെയ്യാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യമായി നമ്മുടെ ലാലേട്ട സിനിമ ഡിസംബർ 14-ാം തീയതി എറണാകുളം കവിതാ തിയേറ്ററിൽ കാണുമ്പോൾ ജപ്പാനിലെ ടോക്കിയോയിൽ ഇരുന്നുകൊണ്ട് ആ സിനിമ കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതായത് മലയാള സിനിമ മോഹങ്ങൾ മോഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, മലയാള സിനിമ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു, മലയാള സിനിമയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു. അതൊരു മലയാളി എന്നുള്ള സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിപ്രായമുള്ള കാര്യമാണ്. അത് ഞാൻ ഉണ്ടാക്കി ഇത്രമായിക്കോട്ടെ, ആരുണ്ടാക്കി ഇത്രമായിക്കോട്ടെ, ദിസ് ഈസ് ദി മൊമെന്റ് ദാറ്റ് വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ. മലയാള സിനിമ come out of the closet for the last time, and I am telling you, ഇതൊരു വലിയ തുടക്കമാവട്ടെ, ഇതൊരു വലിയ വിജയമാവട്ടെ. കാരണം ഇന്നിപ്പോൾ കാണുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി കാണുന്ന ക്രേസ് എന്ന് പറയാൻ ഈ സിനിമ ഇന്നിപ്പോൾ UAE-യിലായാലും ശരി, ഇതിനു മുമ്പ് അല്ലെങ്കിൽ 2.0-യും സർക്കാരിൻ്റെയും രണ്ടുപേരുടെയും കമ്പൈൻഡ് പ്രീ ബുക്കിംഗ് റിലീസിനെക്കാട്ടിലും മുകളിലാണ് ഓടിയൻ്റെ പ്രീ ബുക്കിംഗ് റിലീസ്. അതേപോലെ കേരളത്തിൽ ആകമാനം ഒരു പ്രീ ബുക്കിംഗ് റിലീസിന് വേണ്ടി പ്രീ ബുക്കിങ്ങിന് തിയേറ്ററിൽ നിൽക്കുമ്പോൾ ലാത്തി ചാർജ് ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതൊക്കെ വലിയ ഭാഗ്യം, പുണ്യം. ഇത് ലാലേട്ടനുള്ള അംഗീകാരം. ഇതിൽ അഭിനയിച്ച എല്ലാവരും, പ്രത്യേകിച്ച് മഞ്ജു വാര്യരൊക്കെ ഈ സിനിമയിൽ നമ്മൾ നിങ്ങളൊക്കെ മഞ്ജുവിനെ എങ്ങനെ കാണുമെന്ന് ആഗ്രഹിച്ചുവോ, അല്ലെങ്കിൽ മഞ്ജുവിനെ നിങ്ങൾ തിരിച്ചു വരവിൽ ഇങ്ങനെയൊന്നും മഞ്ജുവിനെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ആയിരിക്കും മഞ്ജുവിൻ്റെ ഈ സിനിമയിലെ പെർഫോമൻസ്. ലാലേട്ടൻ്റെ ഇൻക്രെഡിബിൾ പെർഫോമൻസ്. ഇവിടെ പീറ്റർ ഹെൻ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ one of the masterpiece work of action choreography you can see in this film. അങ്ങനെ അതുപോലെ ഷാജിയുടെ മനോഹരമായ സിനിമ മനസ്സിലാക്കി 100 കോടി പടങ്ങളുടെ ശില്പിയാണെന്ന് പറയാൻ കഴിയും നിസ്സംശയം. മലയാളി എവിടെ ചെന്നാലും കണ്ണുമടച്ച് ഏറ്റവും ഇഷ്ടമുള്ള നടിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരേ ഒരു ഉത്തരം മലയാളിക്ക് എന്നൊരാളെന്ന് ചിന്തിക്കുന്ന രീതിയിൽ നമ്മളെല്ലാരും നെഞ്ചിലേക്ക് നടി മറ്റാരുമല്ല, നിങ്ങളുടെയൊക്കെ സ്വന്തം മഞ്ജു വാര്യർ. നമ്മുടെ സ്വന്തം. എന്നാൽ ലാലേട്ടനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ Asif, can I welcome you onto the stage? Abhimanamana. Dubai, make the biggest noise possible for the one and only Laladan. ആ ശബ്ദം കേൾക്കാൻ സമയമായില്ലേ? അതിനു മുമ്പ് ഒരാളെയും കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. അദ്ദേഹത്തിന്റെ സമ്മത സഹചാരി കൂടിയായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആന്റണി ചേട്ടൻ, ആന്റണി പെരുമ്പാവൂർ ഓൺ സ്റ്റേജ്.
വളരെയധികം സന്തോഷം. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഒടിയൻ ഒരുപാട് ഭാഷകളിൽ ചെയ്തു, അതുപോലെ ഏതാണ്ട് 10-35 രാജ്യങ്ങളിൽ നമ്മളിത് കാണിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, സിനിമാ പ്രേമികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരം വലിയ സിനിമകൾ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനൊരു വലിയൊരു മാർക്കറ്റ് നമുക്കുണ്ട്. അത് മലയാള സിനിമ കാണാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും GCC ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയേണ്ട ഒരു അനുഗ്രഹം തന്നെയാണ് മലയാള സിനിമയ്ക്ക്. ഏറ്റവും കൂടുതൽ മലയാള സിനിമ കാണുന്നത് കേരളത്തിലെ പോലെ തന്നെ ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലാലേട്ട. ലാലേട്ട നിൽക്കവേ തന്നെ നമ്മൾ നേരത്തെ ലാലേട്ടൻ വരുന്നത് പ്രമാണിച്ച് Hello Dubai. I remember just few months ago I was shooting the same complex and there are many audience who comes here and they was asking, sir, how is Odeon is going on? We all are expecting Odeon. So today unfortunately it's the same place which I've come. I want to tell about audiences. It's something new for me. It's something challenging. Before I begin the other two people, let me welcome Anthony Chetan. അതിയായ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. മോഹൻലാൽ സാറ് വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് നാളുകൾ മാറ്റിവെച്ച് ചെയ്ത ചിത്രമാണ് ഒടിയൻ. മോഹൻലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന പോലെ മലയാളികൾ വളരെ കാലമായി കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള മലയാളികൾ 14-ാം തീയതിക്ക് വേണ്ടി വയ്ക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ഞങ്ങൾ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ചിത്രം തന്നെ ആയിരിക്കും, അങ്ങനെ ആകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ആ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തരോടും നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. രണ്ട് കാരണങ്ങളാണ് ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ വരാൻ ഉണ്ടായത്. ഒന്ന്, ലോകത്തുള്ള എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന പോലെ ഒടിയന് വേണ്ടി കാത്തിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ആന്റണി ചേട്ടന് ഒരു ഫാൻ എന്ന നിലയിൽ ഞാൻ ഒരു കോമ്പറ്റീഷനാണ് ലാൽ സാറിന്റെ. രണ്ടാമത്തെ കാരണം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് റഫീഖ്, ബ്രിജീഷും നൗഫലും. വേൾഡ് വൈഡ് റിലീസ് ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് അവർ തുടങ്ങിയ ഒരു സംരംഭമാണ്. അതിന് തീർച്ചയായിട്ടും ആശംസ. ഇത് മാത്രം മതി. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ട് നമ്മൾ കുറച്ചു നേരമായി കാത്തിരിക്കുകയാണ് ഈ ഒരു ശബ്ദം കേൾക്കാനായിട്ട്. നമ്മളോട് സംസാരിക്കും. നമസ്കാരം. ഇന്ന് കാത്തിരിപ്പ് എന്നൊരു വാക്കിന്റെ പര്യായമായി മാറിയിരിക്കുന്നു ഒടിയൻ എന്ന സിനിമ. ഒരു സംസ്ഥാനം മാത്രമല്ല, ഒരു രാജ്യം മാത്രമല്ല, ഒരു ലോകം മുഴുവൻ ഒരു സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്ന ആദ്യത്തെ കാഴ്ചയാണ്. ഈ ഒരു വലിയ സിനിമയിൽ, ഈ ഒരു നല്ല സിനിമയിൽ എന്നെ ഏറെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ ഇതിൻ്റെ സംവിധായകൻ ശ്രീകുമാർ മേനോൻ സർ, ലാലേട്ടൻ, ആന്റണി ചേട്ടൻ, ഹരിയേട്ടൻ, ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും ഉള്ള സ്റ്റേജിലേക്ക് വരുന്നുണ്ട് അങ്കിത. അങ്കിത നമ്മുടെ ഇടയിലുള്ള ആളാണ്, പ്രവാസിയാണ്, ദുബായിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഒരു നല്ല കൈയടി കൊടുത്ത് സ്വാഗതം ചെയ്യാം. അങ്കിത, നിങ്ങൾ എന്ത് ക്യാരക്ടറാണ് മോൾ ഇതിനകത്ത് ചെയ്തേ? വാട്ട് ക്യാരക്ടർ ഡിഡ് യു ഡു ഇൻ ദിസ് മൂവി? പറയാൻ പറ്റുമെന്നാ? ഡയറക്ടറിന്റെ ഗോഹെഡ് കിട്ടി, പറഞ്ഞോളാൻ. അമ്പ്രാട്ടിയുടെ കുട്ടിക്കാലാണോ? അത് ശരി. അമ്പ്രാട്ടിയുടെ ആ ഫ്രണ്ട് ഇരിപ്പുണ്ട്. മോളെ, ഗ്രേറ്റ് ജോബ്. വി ആർ ഓൾ വെയിറ്റിംഗ് ടു വാച്ച് ദ മൂവി. വാട്ട് യു ഡു ഹിയർ? ഇവിടെ എന്താ ചെയ്യണേ? ഞാൻ 7th പഠിക്കുന്നു. സ്കൂൾ? ഹൈസ്കൂൾ ദുബായ്. Any Indian high school people here? സംഗീത സംവിധാനം ചെയ്ത ഗാനമാണ്. ആ ഗാനം ആദ്യമായിട്ട് ലാലേട്ടൻ്റെ രൂപം സ്ക്രീനിൽ, അതായത് നമ്മൾ ടീസറിൽ കുറച്ച് കണ്ടുപോയി എന്നല്ലാതെ ലാലേട്ടൻ്റെ ആദ്യമായിട്ടുള്ള സ്ക്രീനിൽ ഈ ഒരു പാട്ടായിട്ട് ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ നിൽക്കുന്ന സീനായിട്ട് ആദ്യമായിട്ട് ലോകം കാണാൻ പോകുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം, പ്രാർത്ഥന വേണം. ഒരു കാര്യം കൂടി, ദയവ് ഇത് മൊബൈലിൽ പകർത്തരുത്. കാരണം ഇതൊരു നമ്മൾ യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഈ പാട്ട് അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടു കൂടി കാണണം. മൊബൈലിൽ ദൂരത്തുനിന്ന് പകർത്തിയ ഒരു മൊബൈലിലെ വികലമായിട്ട് കാണേണ്ടതല്ല ഈ പാട്ട്. അതുകൊണ്ട് പ്ലീസ് റെസ്പെക്ട് ദി എഫേർട്ട് ദാറ്റ് വി ഹാവ് പുട്ട് ഫോർ ദിസ് ഫിലിം ഫോർ ദി ലാസ്റ്റ് 1.5-2 years. ലാലേട്ടൻ അനുഭവിച്ച വേദന, ലാലേട്ടൻ അനുഭവിച്ച ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടാണ് ലാലേട്ടൻ ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നത്. അതിനെല്ലാം നമ്മൾ ബഹുമാനിക്കണം. ആ ബഹുമാനം നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ വീഡിയോ ക്യാമറകൾ താഴ്ത്തി വെച്ച്
പോക്കറ്റിലിട്ട് ഈ പാട്ടിനോടൊപ്പം കൈയടിച്ചിട്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായും നമ്മളെല്ലാവരും കപ്പിൾ ചെയ്യാൻ തയ്യാറാണ്. ആ ഗാനം ചിറകുകൾ കൈ പുതിയ കളികൾ കാണാനും ഐഡന്റിറ്റി ഒടിയനിൽ മുതൽ ആശീർവാദ് സിനിമയിൽ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് ഈ ലോഗോയായിരിക്കും. താങ്ക് യു. ദുബായിൽ ഈ കൂടി നിൽക്കുന്ന ജനത്തിന് മാത്രമാണ് ഇത് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക. കാണാം നമുക്ക് ആ ലോഗോ, ദ ന്യൂ ലോഗോ ഓഫ് ആശീർവാദ്. Thank you very much. കുറച്ച് വിശിഷ്ട വ്യക്തികളെ കുറച്ച് സ്റ്റേജിലേക്ക് ക്ഷണിക്കാനുണ്ട്. ഈ ഒരു ഇവന്റ് ഇവിടെ സാധ്യമാക്കിയ നമ്മുടെ കുറെ സ്പോൺസേഴ്സിനെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാനുണ്ട്. എനിക്ക് അറിയാത്ത ലിസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോയിൽ ലാലേട്ടനെ കാണിക്കാൻ വേണ്ടി ഇപ്പം ഡ്രസ് ചെയ്ത് ലുക്കലൈക്ക് ടീച്ചർ തമ്മിൽ നടന്നൊരു കോൺടെസ്റ്റ് ആണ്. അപ്പം ലാലേട്ടനെ പോലെ ഡ്രസ് ചെയ്ത് അവർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ബിഫോർ ദാറ്റ്